عظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن سبحان الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. എന്നിലർപ്പിക്കപ്പെട്ട വിഷയം സൂറത്തുൽ ളുഹ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ ആദ്യമായി ഒന്നാം ആകാശത്തിലേക്ക്, പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. 114ഓളം സൂറത്തുകളുള്ള പരിശുദ്ധമായ ഖുർആനിൽ ഒരു അത്ഭുതകരമായൊരു സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ളുഹ എന്നുള്ളത്. കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇഹ്റാ ഗുഹയിൽ വെച്ച് ഇഖ്റയോട് കൂടെ തുടങ്ങിയ പ്രഥമ പഞ്ചവചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു നൽകിയ ആദ്യ വഹി. പിന്നീട് ദിവസങ്ങളോളം വഹി വരുമ്പോഴൊക്കെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ വഹിയെ നന്നായി അനുഭവിക്കുകയായിരുന്നു. ആ വഹിയോട് കൂടെ അല്ലാഹുവിനോടുള്ള കണക്ഷൻ്റെ രുചി നന്നായി തങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയൊന്ന് സ്തബ്ധമായി പോകുന്നത്, പിന്തിപ്പോകുന്നത്. കാരണം എന്തെന്നറിയാതെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വളരെ അധികം വെപ്രാളപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 25ഓളം ദിവസം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരാതെ പിന്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രമുഖർ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് പോയി അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ചും റൂഹിനെ കുറിച്ചും ചോദിച്ച സമയത്ത് സഉഖ്ബിറുക്കും ഗദൻ, നാളെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ലം യകുൽ ഇൻഷാ അല്ലാഹ്, തങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്ത കാരണം കൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഓരോ ദിവസവും മുത്ത് തങ്ങൾക്ക് വഹി പിന്തിയിരുന്നത്. ഇവിടെ കാരണം എന്തെന്നറിയാതെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അധികം വേദനിക്കുന്നുണ്ട്, വെപ്രാളപ്പെടുന്നുണ്ട്. ഒന്ന് വഹി വന്നിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ കലാമൊന്ന് കേൾക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ രാത്രിയുടെ ആരാമങ്ങളിൽ ആകാശത്തിലേക്ക് നോക്കി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തുനിന്ന് രാത്രിയുടെ ഉറക്കൊയ്യുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടായപ്പോൾ അടുത്ത കുടുംബത്തിൽ തന്നെ ചില ശത്രുക്കൾ തങ്ങളോട് അടുക്കലേക്ക് വന്ന് പറയുന്നുണ്ട്, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞോ? അല്ലെങ്കിൽ നീ റബ്ബാണെന്ന് പറയുന്ന, റബ്ബാണെന്ന് ആരാധിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, പ്രതിപാദിക്കുന്ന നിന്റെ അള്ളാഹു അല്ലെങ്കിൽ നിന്റെ ശൈത്താൻ നിന്നെ കൈവെടിഞ്ഞോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പരിഹാസ്യം, കൊഞ്ചലും കുത്തുകളെല്ലാം തങ്ങളുടെ ഖൽബിന്റെ ആഴത്തിലേക്ക് വളരെ അധികം മൂർച്ചയോടുകൂടെ മുറിവേൽപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വല്ലുഹാ, പ്രശോഭിതമായ തങ്ങളുടെ മുഖം സാക്ഷി, അല്ലെങ്കിൽ പകൽ സാക്ഷി, വല്ലൈലി ഇദാ സജാ, ഇരുട്ടുമൂടി കിടക്കുമ്പോൾ രാത്രിയും സാക്ഷി,
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ബഹുമാനപ്പെട്ട ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു തഫ്സീറു സ്വാവിയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയോട് കൂടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. വാ ഖദീജ, ഇന്ന റബ്ബി വദ്ദഅനി വഖല്ലനി. എൻ്റെ റബ്ബ് എന്നോട് കോപിച്ചിട്ടുണ്ട് ഖദീജ, എൻ്റെ റബ്ബ് എൻ്റെ കൈവെടിഞ്ഞു ഖദീജ എന്ന് പറയുമ്പോൾ സ്വന്തം ഉമ്മ മക്കളെ ആശ്വസിപ്പിക്കുന്നത് പോലെ, മക്കളെ സമാധാനിപ്പിക്കുന്നത് പോലെ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങ് തങ്ങളുടെ റബ്ബ് തങ്ങളെ കൈവെടിയുകയില്ല, തങ്ങളോട് കോപിക്കുകയുമില്ല നബിയേ. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. തങ്ങളെ, തങ്ങളുടെ റബ്ബ് തങ്ങളോട് കോപിച്ചിട്ടില്ല തങ്ങളെ, തങ്ങളുടെ റബ്ബ് തങ്ങളെ കൈവെടിഞ്ഞിട്ടില്ല തങ്ങളെ. മാത്രമല്ല, വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഓരോരോ ദിവസങ്ങളും തങ്ങൾ വളരെ അധികം വേദനിക്കുകയല്ലേ, വിഷമിക്കുകയല്ലേ. പക്ഷേ വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഇനി വരുന്ന ഓരോരോ ദിവസങ്ങളും തങ്ങൾക്ക് എത്രയോ എത്രയോ ഗുണകരമാണ്. ബഹുമാനപ്പെട്ട ബാവ ഉസ്താദ് തൈസീറുൽ ജലാലൈനിൽ പറയുന്നുണ്ട്, വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ദുന്യാവിലല്ലേ തങ്ങൾക്ക് വേദനയുള്ളത്, വിഷമമുള്ളത്, വേജാറുള്ളത്. പക്ഷേ നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തങ്ങൾക്ക് എത്രയോ എത്രയോ മികച്ച സ്ഥാനമാനം നൽകും. പിന്നീട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അങ്ങേക്ക് അല്ലാഹു പിന്നീട് നൽകും നബിയേ, തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ അല്ലാഹു തങ്ങൾക്ക് എന്തും നൽകും എന്നുള്ളൊരു വാഗ്ദാനം കൂടി മുത്ത് തങ്ങൾക്ക് കിട്ടിയ സമയത്ത് സന്തോഷം കൊണ്ട് കരയുകയാണ്. അതല്ലേ കൂഫയുടെ ജനതാലിയാർ തങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ മദീനക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ച സമയത്ത് പുഞ്ചിരിയോടുകൂടെ അലിയോര മറുപടി, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ ആയത്ത് അവതീർണം കൊണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വളരെ അധികം സന്തോഷത്തോടു കൂടെ കരഞ്ഞിരുന്നു. അത് സ്വഹാബ കിറാം വന്നിട്ട് അന്വേഷിച്ച സമയത്ത് മുത്ത് തങ്ങളുടെ മറുപടി, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് തൃപ്തിയാകുന്നത് വരെ എന്തും നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ വഇദാ വല്ലാഹി ലാ അർലാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടായാൽ പോലും അതെനിക്ക് തൃപ്തിയാവുകയില്ല സ്വഹാബ എന്നായിരുന്നു. തങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാ സന്തോഷഘട്ടത്തിലും ഉമ്മത്തിയായ നമ്മെ മാത്രം ഓർത്ത് ജീവിച്ച തങ്ങള്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങയുടെ റബ്ബ് അങ്ങോട് കോപിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? എന്തിനാണ് അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവെടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്? അലം യജിദ്ക യതീമൻ ഫആവാ. എത്രയെത്ര അവസരങ്ങളാണ് തങ്ങൾക്ക് തങ്ങളെ കൈവെടിയാൻ അല്ലാഹുവിനിക്ക് ഉണ്ടായത്. അലം യജിദ്ക യതീമൻ ഫആവാ. തങ്ങൾ യതീമായിരുന്ന സമയത്ത്, തങ്ങൾ അനാഥത്വത്തിൻ്റെ അരക്ഷിതാവസ്ഥയിലുണ്ടായിരുന്ന സമയത്ത് തങ്ങൾക്ക് സംരക്ഷണം നൽകിയവനല്ലേ തങ്ങളുടെ റബ്ബ്. വവജദ്ക ളാല്ലൻ ഫഹദാ. തങ്ങൾ ഒരു സത്യാന്വേഷിയായി അല്ലാഹുവിനിക്ക് കണ്ട സമയത്ത്, തങ്ങളെ ഒരു സത്യാന്വേഷിയായി തങ്ങളുടെ റബ്ബിനിക്ക് കണ്ട സമയത്ത് തങ്ങൾ അന്വേഷിക്കുന്ന സത്യത്തിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചവനല്ലേ തങ്ങളുടെ റബ്ബ്. മാർഗദർശനം നൽകിയവനല്ലേ. വവജദ്ക ആയിലൻ ഫഅഗ്നാ. തങ്ങളൊരു സമ്പത്തില്ലാത്ത, പണമില്ലാത്തൊരു ദരിദ്രരായി അല്ലാഹുവിനിക്ക് കണ്ട സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഖദീജ ഉമ്മയോട് കൂടെയുള്ള
നിക്കാഹ് കാരണം കൊണ്ട് മക്കയിലും മദീനയിലും എണ്ണപ്പെട്ട പണക്കാരിൽ ഒരാളാക്കി അള്ളാഹു തങ്ങളെ മാറ്റിയില്ലേ? ഇതെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തങ്ങളുടെ കൈ പിടിച്ചതല്ലേ? ഈ എല്ലാ സമയത്തും തങ്ങളുടെ കൈ പിടിച്ച അല്ലാഹുവിനിക്ക് ഈ ചെറിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ കൈ വെടിയുമോ? ഇതെല്ലാം ചെയ്തു തന്ന റബ്ബ് അല്ലാഹു തങ്ങളോട് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. തങ്ങൾ യതീമായിരുന്ന സമയത്ത് തങ്ങൾ യതീം മക്കളെ അനാഥത്വത്തിൻ്റെ കഴുപ്പ് നീര് നന്നായി കുടിച്ച് ടേസ്റ്റ് അറിഞ്ഞ തങ്ങള് ഒരിക്കലും അനാഥരെ ഒതുക്കാൻ പാടില്ല, ഒരിക്കലും അനാഥരെ ആട്ടി ഓടിക്കാൻ പാടില്ല. വഅമ്മസ്സായില ഫലാ തൻഹർ. തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും അന്വേഷിച്ച് വന്നാൽ, എന്തെങ്കിലും ഇൽമോ വല്ലതോ അന്വേഷിച്ച് വന്നാൽ, അല്ലെങ്കിൽ നിരാശ്രിതർ തങ്ങളോട് ആശ്രയം ചോദിച്ചു വന്നാൽ തങ്ങൾ ഒരിക്കലും അവരെ വാട്ടി ഓടിക്കാൻ പാടില്ല, വെറും കൈയോട് അയക്കാൻ പാടില്ല. മാത്രമല്ല വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു തങ്ങൾക്ക് തന്ന എല്ലാ നിഅമത്തുകളെയും തങ്ങളുടെ ഉമ്മത്തിങ്ങളോട് തങ്ങൾ ഏറ്റുപറയണം. തങ്ങളുടെ ഉമ്മത്തിങ്ങളോട് തങ്ങൾ വിളിച്ച് പറയണം. എന്തിനാണെന്നറിയോ? തങ്ങളുടെ ഉമ്മത്തിങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലും അവരുടെ വേദന ഘട്ടത്തിലും അള്ളാഹു അവരെ കൈവെടിയുകയില്ല എന്നുള്ള ഒരു മനധൈര്യം അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് തങ്ങൾക്ക് നൽകിയ എല്ലാ നിഅമത്തുകളെയും പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, ഉപദേശം നൽകുകയാണ്. കേവലം 11ഓളം ആയത്തുകളുള്ള മക്കിയായ ഈ ളുഹ സൂറത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വേദനിച്ച് വിഷമിച്ച തങ്ങൾക്ക് ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വാഗ്ദാനം നൽകുകയാണ്. കഴിഞ്ഞ ചരിത്രങ്ങളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സഹായിച്ച ആ സഹായത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റുപറയുകയാണ്, ഉപദേശം നൽകുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് സഹോദരന്മാരെ. ചെറിയ ചെറിയ ആയത്തുകളിലും ചെറിയ ചെറിയ സൂറത്തുകളിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കുറേ അധികം വിശദീകരണം, കുറേ ഇൽമുകൾ ഉമ്മത്തിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനെ നന്നായി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.